പ്രിയ സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷത്തിലെ ഈ ഭാഗം, വിതക്കാരന്റെ ഉപമയുടെ വ്യാഖ്യാനം, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആഴമായ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈശോയുടെ വചനം ഒരു വിത്താണ്. വിതക്കാരൻ അത് സമൃദ്ധിയായി വിതയ്ക്കുന്നു. വിത്തിന് ഒരു മാറ്റവുമില്ല, അതിന് വളരാനുള്ള ശക്തിയുണ്ട്. എന്നാൽ ഫലം ലഭിക്കണമെങ്കിൽ അത് വീഴുന്ന മണ്ണ് നല്ലതായിരിക്കണം. നമ്മുടെ ഹൃദയമാണ് ആ മണ്ണ്. ഈ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ നമ്മൾ ഏതുതരം മണ്ണായി പ്രതികരിക്കുന്നു? ആദ്യമായി വഴിയരികിൽ വീണ വിത്തിനെക്കുറിച്ച് ഈശോ പറയുന്നു. വചനം കേൾക്കുന്നു, പക്ഷേ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ തിരക്കുകളും ചിന്തകളും കാരണം ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നില്ല. ഈശോയുടെ വാക്കുകൾ നമ്മുടെ കാതിൽ കൂടി കടന്നുപോകുന്നു. അത് ഹൃദയത്തിൽ വേരുപിടിക്കുന്നതിന് മുൻപേ തന്നെ ദുഷ്ടൻ വന്ന് അത് അപഹരിക്കുന്നു. നമ്മൾ ദൈവവചനത്തോട് പുലർത്തുന്ന ഉദാസീനതയുടെയും ശ്രദ്ധയില്ലായ്മയുടെയും ഫലമാണിത്. വചനം ഒരു നിധി പോലെ നമ്മൾ സൂക്ഷിക്കാതെ വിട്ടുകളയുന്നു. അടുത്തത് പാറമേൽ വീണ വിത്താണ്. ഇത് വലിയ ആവേശത്തിൽ വചനം സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ആവേശം മാത്രമേ ഉള്ളൂ, ആഴമില്ല. വിശ്വാസം വേരുപിടിക്കുന്നില്ല. ജീവിതത്തിൽ ഒരു ചെറിയ ക്ലേശമോ സഹനമോ അല്ലെങ്കിൽ വചനത്തെ പ്രതി ഒരു പീഡയോ വരുമ്പോൾ തക്ഷണം അവർ വീണുപോകുന്നു. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ പലപ്പോഴും നമ്മുടെ ഭക്തിയും വിശ്വാസവും താൽക്കാലികമായ വികാരങ്ങളുടെ പുറത്തു മാത്രം കെട്ടിപ്പടുത്തതായിരിക്കും. ഒരു കൊടുങ്കാറ്റു വരുമ്പോൾ തകരാത്ത പാറമേൽ പണിയാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ആഴമില്ലാത്ത മണ്ണിൽ നട്ടുപിടിപ്പിക്കാനല്ല. മൂന്നാമത്തെ മണ്ണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്താണ്. ഇവരും വചനം ശ്രവിക്കുന്നു, മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ വചനത്തോടൊപ്പം വളരുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ലൗകിക വ്യഗ്രതയും ധനത്തോടുള്ള ആസക്തിയും. ഈ മുള്ളുകൾ ലോകത്തിന്റെ ആകർഷണങ്ങൾ ദൈവവചനത്തെ ഞെരുക്കുന്നു. നമ്മൾ കൂടുതൽ സമ്പത്തിനും സുഖസൗകര്യങ്ങൾക്കും പിന്നാലെ പോകുമ്പോൾ വചനം ശ്വാസം മുട്ടി ഫലരഹിതമായി മാറുന്നു. നമ്മുടെ മനസ്സിലെ മുൻഗണനകൾ തെറ്റിപ്പോകുമ്പോൾ വചനം ഫലശൂന്യമാവുന്നു. ഈ മൂന്ന് മണ്ണും ഫലം പുറപ്പെടുവിക്കുന്നില്ല. എന്നാൽ നാലാമത്തേതാണ് നമുക്ക് മാതൃകയാവേണ്ടത്, നല്ല നിലം. ഈ നല്ല നിലം ആരാണ്? വചനം കേൾക്കുകയും കേട്ടത് ഗ്രഹിക്കുകയും ചെയ്യുന്നവൻ. ഇവിടെയാണ് വ്യത്യാസം. ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നല്ല നിലത്തിൽ വീണ വിത്ത് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് വിളവ്. ചിലർക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിക്കും, ചിലർക്ക് കുറച്ചായിരിക്കും. പക്ഷേ എല്ലാവരും ഫലം പുറപ്പെടുവിക്കും. ഇത് വിശ്വാസത്തിന്റെ സ്ഥിരതയും വചനത്തോടുള്ള ആദരവും അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ആത്മാർത്ഥതയും കാണിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക, എന്റെ ഹൃദയം ഏതുതരം മണ്ണാണ്? വഴിയരികിലുള്ളതുപോലെ കട്ടിയുള്ളതോ പാറ പോലെ ആഴമില്ലാത്തതോ